ഡിയർ പേരൻസ്, ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അവർ കരയുന്നത്, അവർ ടാൻട്രംസ് കാണിക്കുന്നത്, മെൽഡൗൺസ് ഉണ്ടാവുന്നത്, ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത്. ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളൊരു അമ്മയാണ്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട്. അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൽ ഇന്നും ഈ മൊമെൻറ്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ, കരയണത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പം കുഞ്ഞ് വിചാരിക്കുകയാണ്, ഇതെൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല, ഞാൻ ചെയ്തൊരു കാര്യമാണല്ലോ, ഇതെങ്ങനെയാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞത് എന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് തന്നെ നോക്കിയൊരു സമയമുണ്ട്. ആ മൊമെൻറ്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഹാവ് ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ അതിൽ പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട്. അപ്പം ഇന്നും അതുപോലെയുള്ളൊരു വീഡിയോ കണ്ടു. ഐ ഫെൽറ്റ് റിയലി സാഡ്. ഒരു കുട്ടിയുടെ ഒരു മെൽഡൗണിൻ്റെ ഒരു പോയിന്റ്, അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ അത്തരം മൊമെൻറ്റ്സ് നമ്മൾ ഇൻ്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഓർക്കണം. ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം.